പച്ചക്കറി പോലും ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്തില്ല. കാലാവസ്ഥ ചതിച്ചതും ഹോർട്ടികോപ്പ് അടക്കമുള്ള സർക്കാർ ഏജൻസികൾ പച്ചക്കറി സംഭരിക്കാത്തതും തിരിച്ചടിയായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 10% പോലും പച്ചക്കറി ഇത്തവണ കാന്തല്ലൂരിൽ ഉണ്ടായില്ല. മുൻ വർഷങ്ങളിൽ സംഭരിച്ച പച്ചക്കറിയുടെ ലക്ഷക്കണക്കിന് രൂപയും കർഷകന് ലഭിക്കാനുണ്ട്. മഴയില്ലാതെ കാരണം ഇക്കൊല്ലം ഭയങ്കര നഷ്ടമാണ്. അത് എല്ലായിടത്തിനും പച്ചക്കറി കുറവാപ്പോൾ ഒന്നും കിട്ടില്ല ഏട്ടാ, ഒരു മാർഗ്ഗമില്ല ഏട്ടാ. இது எங்கே தெரியும் கிருஷி வந்துட்டு நாங்களோட இது தீரும். இந்த வட்டம் மழை இல்லாதனால எல்லாத்துக்கும் வெளுத்துளி ஃபுல்லாக உணங்கி போய் பகுதியோட சொட்டை விழுந்து போச்சு. அது இல்லாமல் இருக்கிற வெளுத்துளிக்கு விலையும் இல்லாமல் போச்சு. முக்கால்வாசி பேர் கடனில் தான் இருக்காங்க. கொஞ்சம் பீன்ஸ் எல்லாம் நட்டுருந்தாங்க வெளுத்துளி ஓரத்தில், அதெல்லாம் வந்து ஆடி மாத காற்றுல ஃபுல்லாக அடித்து ஒடிஞ்சு போச்சு. இப்போ ஒரு பச்சைக்கறி ஒன்றுமே இல்லை. വിളവും ഞങ്ങൾക്ക് എടുക്കാനും പറ്റില്ല, ഇപ്പോൾ ഇടാനും പറ്റില്ല. വിപണിയിൽ സാധനം എടുക്കുന്നില്ല. സാധനം എടുത്താൽ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് അത് അവിടെ പോയാൽ അവിടെ നശിപ്പിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് പൈസ തരുന്നില്ല. 5-6 കൊല്ലമായി. അത് കുറേ പേർക്ക് പൈസ കിട്ടാനുണ്ട്. ആൽവിൻ തോമസ് വിവരങ്ങളും അയച്ചിരുന്നു. ആൽവിൻ, ഗുഡ് മോർണിംഗ്. കർഷകർക്ക് പറയാനുള്ളത് മുഴുവൻ സങ്കടമാണ്, ആശങ്കകളാണ്. അതെ ശരി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാവുന്നതുപോലെ കാന്തല്ലൂർ എന്ന് പറയുന്നത് ഈ ശീതകാല പച്ചക്കറികളുടെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ആ പ്രദേശത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂർ വട്ടവട മേഖല എന്നൊക്കെ പറയുന്നത്. ഇവിടെ മഴനിഴൽ പ്രദേശം കൂടിയാണ്. പക്ഷേ ഇത്തവണ കേരളമാകെ വലിയ തോതിൽ മഴ പെയ്തപ്പോൾ അവിടെ ഇത്തവണ മഴ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കൃഷിയെ അവർ വല്ലാതെ കർഷകർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് കാലാവസ്ഥ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ ഹോർട്ടികോർപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരു ലോഡ് പച്ചക്കറി പോലും അവിടെ നിന്ന് സംഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ 2 വർഷമായി ഇതിൽ തോത് അളവ് കുറഞ്ഞു വരുന്നതെങ്കിൽ ഇത്തവണ ഒരു ലോഡ് പച്ചക്കറി പോലും കേരളത്തിലേക്ക് ഹോർട്ടികോർപ്പ് വഴി കാന്തല്ലൂരിൽ നിന്നുള്ള പച്ചക്കറി എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർക്ക് നേരത്തെ തന്നെ ഇത്തരത്തിൽ അറിവ് ഉണ്ടായിരുന്നു. കാര്യം മുൻകാലങ്ങളിൽ സംഭരിച്ച ഏതാണ്ട് 20 ലക്ഷം രൂപയാണ് കർഷകർക്ക് അവിടെ ഹോർട്ടികോർപ്പ് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ പണം ലഭിച്ചാൽ മാത്രമേ വീണ്ടും കൃഷി ഇറക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സാധ്യത അടഞ്ഞതോടുകൂടി തന്നെ കർഷകർ ഇത്തവണ പലയിടങ്ങളിലും ഭൂമി തരിശായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പുത്തൂര്, ഗുഹനാഥപുരം അല്ലെങ്കിൽ ഞാച്ചിവയൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും വലിയ തോതിൽ പച്ചക്കറി കൃഷി നടക്കേണ്ട ഒരു സമയവും പച്ചക്കറി അവിടെ ഒരു ലോഡ് കണക്കിന് പച്ചക്കറികൾ അവിടെ നിന്ന് വിളവെടുക്കേണ്ട സമയവും ഒക്കെയാണ്. പക്ഷേ അവിടെ ആകെ തരിശായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് ഇത് ഹോർട്ടികോർപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ പച്ചക്കറി സംഭരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ലോഡ് പോലും അവിടുന്ന് എടുത്തിട്ടില്ല എന്നുള്ളതാണ് കർഷകരുടെ പരാതിയായി അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ VFPCK ഉണ്ടല്ലോ, വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള എന്ന് പറയുന്ന സർക്കാർ ഏജൻസി, അവർ നേരത്തെ ലേലത്തിലൂടെ പച്ചക്കറിയുടെ അവിടുന്ന് കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അവരും ഇത്തവണ പച്ചക്കറി സംഭരിക്കാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാന്തല്ലൂർ വട്ടവട മേഖലകളിലൊക്കെയും പച്ചക്കറി കൃഷി വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പച്ചക്കറി കൃഷി കുറയുന്നതോടുകൂടി ഇങ്ങോട്ടേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കും കുറയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശമാകെ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളൊക്കെയും എത്തുന്നത് ഈ പ്രത്യേക ശൈലിയിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി അതിൽ കാഴ്ചക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അവരിലുള്ള ആളുകളിലുള്ള വരവും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ കാന്തല്ലൂർ മേഖലയിൽ പച്ചക്കറി കൃഷി വലിയ വെല്ലുവിളി നേരിടുകയാണ്. അവർ തലമുറകളായി കൃഷി ചെയ്യുന്നവരാണ് ആ പ്രദേശത്തുള്ളവർ. അവർ ഇത്തവണ കൃഷി ഇറക്കിയത് ആകെ നമ്മൾ വെളുത്തുള്ളി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വെളുത്തുള്ളി മാത്രമേ അവിടെ കൃഷി കൂടുതലായും ചെയ്തിട്ടുള്ളൂ. സാധാരണ നമുക്കറിയാവുന്നതുപോലെ അവിടെ ബീൻസ്, അതോടൊപ്പം തന്നെ ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെയാണ് കൂടുതലായും ഈ മഴനിഴൽ പ്രദേശമായ കാന്തല്ലൂർ മേഖലയിലും വട്ടവട മേഖലയിലും ഒക്കെ കൃഷി ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ ഈ വില ഇല്ലാത്തതുകൊണ്ടും സംഭരിക്കാത്തതുകൊണ്ടും അവർക്ക് പണം ലഭിക്കാനുള്ളത് കൊണ്ടും ഹോർട്ടികോർപ്പിൽ നടക്കം പണം ലഭിക്കാനുള്ളത് കൊണ്ടും കർഷകർ അത്തരത്തിൽ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടില്ല. ആകെ അവർ ചെയ്തത് ഇത്തവണ ഈ വെളുത്തുള്ളി കൃഷി മാത്രമാണ്. അവർക്ക് അത് മാത്രമേ പിടിച്ചു നിൽക്കാൻ മാർഗമുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. കർഷകരുടെ കാര്യം ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോഴാണ് കർഷകരെ സംബന്ധിച്ച് അവർക്ക്
കുറച്ച് ആശ്വാസം വരെ. അതിപ്പം പച്ചക്കറി ആണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും അതല്ല ഇപ്പം ഈ പൂ ഉൽപ്പാദനമാണെങ്കിലും ഒക്കെ അവർക്ക് ഈ സമയത്തൊക്കെയാണ് കുറച്ച് ഒരു ആശ്വാസം കിട്ടുക. പക്ഷേ അപ്പോൾ പോലും വറുതിയുടെ കാര്യങ്ങളും കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളും മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.